More fire come with the gun Babylon. More fire move them one by one. More fire come them call them young. Babylon a man that's a short man. More fire come the gun them. Hi Rose, after a long journey. അയ്യോ ഇതാണ് ചൈന ടൗൺ. കസിനോ അവിടെ അതൊക്കെ ഉണ്ട് കാണിക്കാം. ഈ ജഗ്ഗുബായി ഗോവയിലുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അതാരാ? ജഗ്ഗുബായി അറിയില്ല? ഇല്ല. ഇയാൾ പോയെ? പെടങ്ങാതെ കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് വന്നേ. പെണേ പോവല്ലേ? വാ മാത്തുക്കുട്ടി. നമ്മുടെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞ കസിനോ കാണിക്കാം. വാ വരൂ വരൂ വരല്ലേ? ആ വരൂ 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 വന്നോളൂ വന്നോളൂ. ഇതാണ് കസിനോ. ഹായ്. ഇത് കണ്ട, ഇത് മുഴുവൻ നമ്മള് 3 പേർക്കുള്ളതാ. ഈ പെണ്ണുങ്ങളൊക്കെ സാധനം കൈ കിട്ടുന്നവരൊക്കെങ്കിലും ഒന്ന് ഡീസന്റ് ആവടാ. ഇവിടെ ചാകരേട്ടാ. അങ്കിൾ ദാ കൊണ്ടുവന്നു. മക്കളെ കേറി വാ. ജയകൃഷ്ണൻ അങ്കിളുടെ മോൻ ബിനോയ്, സേവിയർ അങ്കിളുടെ മോൻ മാത്തുക്കുട്ടി. ഐഡന്റിറ്റി പ്രൂഫ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ലൈസൻസ് റേഷൻ കാർഡ്. അതൊന്നും വേണ്ടടോ. എന്റെ സേവിയറാ എന്റെ ഈ മുന്നിൽ നിൽക്കുന്നത്. മോനെ അങ്കിൾ, ആഫ്റ്റർ എ ലോങ് ടൈം. ബിനോയ് അങ്കിൾ, ജയകൃഷ്ണൻ അങ്കിളുടെ മോൻ. എനിക്ക് എന്റെ അച്ഛന്റെ അതേ ചായ എന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. അതെയോ? ബിനോയ്, ഇതെന്റെ മോളാ. ഹായ്. ഹായ്. എമിലി. ഹായ്. മാത്തുക്കുട്ടി, നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാലോ, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടിമ. അതാണ് അഭിപ്രായം. എന്നിട്ട് എങ്ങനെയാടാ നിന്റെ പേരിൽ 32 പെറ്റി കേസുകൾ വന്നേ? ഇതൊക്കെ അങ്കിളെ, അതൊക്കെ ഈ സക്കറിയ കൃത്യമായി ഇമെയിൽ അയച്ച് അറിയിച്ചിരുന്നു. You did it. Congrats. Thank you. No mention. അവനെ നോക്കണ്ട, നീ ഉണ്ടായിരുന്ന ധ്യാന കേന്ദ്രത്തിലെ അച്ഛനെ വിളിച്ചു ചോദിച്ചു. So brilliant, eh? ഇയാളാ? അച്ഛൻ പറഞ്ഞു നീ ഒരു ബുൾഡോസർ ആണെന്ന്. കൺട്രോൾ ഇല്ലെങ്കിലേ നീ ഇങ്ങനെ എല്ലാം ഇടിച്ചു നിർത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അതിന്റെ ഡ്രൈവറാണ് റോസമ്മയെന്ന്. ഓ, ഇനി നമ്മൾ അങ്ങനെയാണാവോ? നമ്മളെ അയ്യേ, ഇടിക്കാനും തല്ലാനൊന്നും ഞാൻ പോവാറില്ല. എനിക്കത് ഇഷ്ടല്ല. അയ്യോ, അത് അങ്ങനെയല്ലേ. തല്ലുപിടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ തിരിച്ചു തല്ലാൻ എവിടെയാ ടൈം? ഇത് എത്രാമത്തെ പ്രേമത്തിന്റെ ഫെയിലിയർ ആയിരുന്നു? ആത്മഹത്യാ ശ്രമം, സൂയിസൈഡ് അറ്റംപ്റ്റ്. അങ്കിൾ, 6ാമത്തെ അങ്കിൾ. 6 അല്ല 7. 7? ആ, 7ാമത്തെ ഞാനാ പപ്പ. ദേ ഒരു കത്ത് എനിക്ക് തന്നതാ. ആ കത്തൊരു കുത്തായല്ലോ. എന്റെ പ്രിയപ്പെട്ട മിലിയോ? അതെന്തോന്ന് സാധനമാണോ? എന്താന്നറിയില്ല. ആ അതെ, എമിലി മെലിഞ്ഞിട്ട് മിലി ആയതാ. ഓഹോ, അല്ലേ? നിന്നെ കുറിച്ച് സക്കറിയയിൽ നിന്ന് കേട്ടറിഞ്ഞ നിമിഷം മുതൽ എന്റെ കണ്ണുകൾ തുടിക്കുകയാണ് നിന്നെ കാണാൻ. എന്റെ നാവ് പിടയ്ക്കുകയാണ് നിന്നോടൊന്ന് ഉരിയാടാൻ. മറ്റാരും അറിയാതെ കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ എനിക്കായി മാറ്റിവെക്കുമെങ്കിൽ ഞാൻ എന്റെ ഹൃദയം തുറക്കാം. ഇതെന്തോന്നാ, ബൈപ്പാസ് സർജറിയോ? അത് ഈ ബൈപ്പാസ് സർജറിയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയതാ. ടൈറ്റിൽ മാറിപ്പോയിന്നേ, പെണ്ണിന്റെ പേരായി പോയി. നീ നല്ല മിടുക്കനാണല്ലോ റോസമ്മേ. ഇത്രക്കാർക്ക് ധ്യാനം നല്ലൊരു മരുന്നല്ലേ? പിന്നെ വളരെ നല്ലതാ.
ഒരു 6 മാസമെങ്കിലും കിടക്കേണ്ടി വരും. ഓഹോ അങ്കിൾ മറിയേ അങ്കിൾ ആ കാര്യം എനിക്ക് വിട്ടേക്കൂ. ഇവിടെ ഇഷ്ടം പോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ. ഈ 2 എണ്ണത്തിനും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടാക്കാം. പിന്നെ അങ്കിൾ ഹായ്. ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞാനുണ്ടല്ലോ അങ്കിൾ. ഓക്കെ നീങ്ങി വന്നേ. ഓക്കെ പ്ലീസ് മറിയേ പറ. മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. എന്തേ നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നൊക്കെ കൊള്ളാം. ഓ താങ്ക് യു അങ്കിൾ. അതൊരു നല്ല സുഹൃത്തിന് ചേരുന്ന കാര്യമല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ക്ലിയർലി. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം, അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ ഇപ്പൊ അതിനെന്താ പറയുക? ഐ തിങ്ക് അങ്കിൾ ഇപ്പോഴും അതിന് പാരാന്ന് തന്നെയാ പറയാ. റിയലി? ഇത് കണ്ടോ, ഒറ്റ ചങ്കും കരളുമായി കഴിഞ്ഞവരാ മക്കളെ ഞങ്ങൾ. ഈശ്വര കൃപ കൊണ്ട് ഞങ്ങളുടെ മക്കളെയും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഈ എനിക്കുണ്ടായി. ഇനിയും നിങ്ങൾ ഇതുപോലെ കഴിയണം, ഒറ്റ ചങ്കും കരളുമായി കഴിയണം. വാ മക്കളെ, നമുക്ക് ഇതുപോലൊരു ഫോട്ടോ എടുക്കാം. ഒരു ലേശം വഴി. Come on, get ready. ഒന്ന് ചിരിക്കടാ. Good, very good. Okay, Mala, go. Shoot from there. Smile, please. Come on, smile. All of you smile.